നമസ്കാരം. അഫാനെ നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ. മറക്കാൻ സാധ്യതയില്ല. കാരണം അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണല്ലോ അവൻ ചെയ്തത്. അപ്പോൾ ഇതുവരെയും അഫാന് യാതൊരു രീതിയിലുള്ള കൂസലും ഇല്ല. അവനൊരു പശ്ചാത്താപവും ഇല്ല, കുറ്റബോധവും ഇല്ല, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പക്കാ സ്വാർത്ഥനാണ്. അവൻ ഇതൊക്കെ ചെയ്തത് അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരോടും സ്നേഹമാണ്, കാമുകിയോട് സ്നേഹമാണ്, അനിയനോട് സ്നേഹമാണ്. താൻ പോയി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വിഷമത്തിലാണ് ഇതൊക്കെ കാണിച്ചതെന്നാണല്ലോ അഫാൻ പറഞ്ഞത്. എന്നാൽ അതൊന്നുമല്ല. ഇവരോടൊക്കെ തന്നെ അഫാന് ദേഷ്യമായിരുന്നു. അഫാന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് അവന് ദൂർത്തടിക്കാനും അവന് ലക്ഷറിയസ് ആയിട്ട് നടക്കാനും ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ പോയിട്ടും അവന്റെ അഹങ്കാരത്തിനൊരു കുറവില്ല. അവൻ അവന്റെ ഇഷ്ടത്തിനാണ് അവിടെയും നിൽക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം നാടകീയ രംഗങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. വഴിയാഴിക അഭിനയിക്കുന്നു, പിന്നെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനെ എന്തൊക്കെ നാടകങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അവന് പൊറോട്ടയും ചിക്കൻ കറിയും വേണം. അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ആഹാരമൊന്നും അവൻ കഴിക്കത്തില്ല. പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടെങ്കിലേ അവന്റെ തൊണ്ടേന്ന് അങ്ങോട്ട് ആഹാരം ഇറങ്ങത്തുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ അഹങ്കാരമാണെന്ന്. സുഖവാസമല്ലേ? ഇനിയിപ്പം ജയിലിൽ പോയി കഴിഞ്ഞാലും സുഖവാസമായിരിക്കും. അവിടെ 3 നേരം ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാം. സ്വാർത്ഥൻ. അവൻ പറഞ്ഞത് കാമുകിയോട് നല്ല സ്നേഹമാണെന്നല്ലേ. പക്ഷെ കാമുകിയോട് അവനൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. കാമുകി അവനൊരു മാല പണയം വെക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ ഈ മാല പണയം വെക്കാൻ കൊടുത്തത് കാമുകിയുടെ വീട്ടുകാർ അറിഞ്ഞിട്ടല്ല കാമുകി കൊടുത്തത്, അല്ലാതാണ് കൊടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാമുകിയുടെ വീട്ടുകാർ ഇതറിഞ്ഞു. കാമുകി നിരന്തരമായിട്ട് മാല തിരിച്ചെടുത്ത് തരണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആകെ പ്രശ്നമായി. പിന്നെ അച്ഛന്റെ കാറ് പണയപ്പെടുത്തിയാണ് ഇവൻ കാമുകിയുടെ മാല തിരിച്ചെടുത്ത് കൊടുക്കുന്നത്. അതിന് ദേഷ്യമായിരുന്നു കാമുകിയോട്. ഇവനൊക്കെ ചോദിക്കുമ്പോൾ മാലയൊക്കെ ഊരി കൊടുക്കാൻ നിൽക്കുന്നവരെ വേണം ആദ്യം പറയാൻ വേണ്ടിയിട്ട്. ഒന്നും കൊടുത്തുകൊണ്ടുള്ള സ്നേഹം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ അവക്ക് എന്ത് സംഭവിച്ചു അവസാനം? ഇവനെ പോലെയുള്ളവരെയൊക്കെ സ്നേഹിക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മൾ കേട്ടും അറിഞ്ഞും വേണം ഓരോരുത്തരോട് പെരുമാറാൻ വേണ്ടിയിട്ട്. ആ പാവം അനിയൻ ചെറുക്കൻ എന്തോ ചെയ്തു? അവൻ ഇനി ഒരുപാട് ജീവിതം ഉണ്ടായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ജീവിക്കത്തില്ലായിരുന്നു. ഈ സമൂഹത്തിൽ ജീവിക്കാൻ അത്ര പാടൊന്നുമില്ല. അവനെ ആരെങ്കിലും നോക്കിയേനെ, ആരെങ്കിലും ഏറ്റെടുത്തേനെ. എന്തൊരു സ്വാർത്ഥനാണ്. കുഞ്ഞിലേ മുതലേ ഇവൻ എങ്ങനെ ആയിരുന്നു? ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. നല്ല സാമ്പത്തികത്തിൽ കഴിഞ്ഞൊരു കുട്ടി. അച്ഛൻ അന്ന് നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഗൾഫിൽ നല്ല ജോലിയായിരുന്നല്ലോ, ബിസിനസ് ആയിരുന്നല്ലോ. അപ്പൊ അച്ഛന് നല്ല വരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം കിട്ടി ഇവന് പിന്നെ പൈസ ഇല്ലാതായതോട് കൂടിയിട്ട് അവൻ ആ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. പിന്നെയും ദൂർത്തടിക്കുകയാണ്. അമ്മ വഴക്കിട്ടിട്ടുണ്ടാകാം. അച്ഛൻ അവിടെ 8 വർഷമായിട്ട് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. നാട്ടിലേക്ക് വരാൻ പറ്റാതെ സാമ്പത്തിക ബാധ്യത മൂലം 8 വർഷമായിട്ട് അച്ഛൻ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ സാമ്പത്തിക ബാധ്യതയിലുള്ളപ്പോൾ മകൻ ഇങ്ങനെ ദൂർത്തടിക്കുന്നത് കാണുമ്പോൾ ഏതമ്മയായാലും ചോദ്യം ചെയ്യത്തില്ലേ? ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. അമ്മ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം, അമ്മ എതിർത്തിട്ടുണ്ടാകാം, കടം വരുത്തി വെച്ച സമയത്ത് അമ്മ ചോദിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ആ ദേഷ്യത്തിനായിരിക്കും അമ്മയോടും ഇങ്ങനെ ചെയ്തത്. ബാക്കിയുള്ള ബന്ധുക്കളൊന്നും തന്നെ പൈസ കൊടുത്തില്ല. ഒരു ഉമ്മുമ്മ, അവർക്ക് ഏതാണ്ട് 190 വയസ്സുണ്ട്. വയസ്സാം കാലത്ത് അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യമാണ് അവരുടെ മാല. അതും കൂടി പോയി ചോദിക്കാൻ ചെന്നേക്കുന്നു. ഇവൻ ഇത്രയും ആരോഗ്യമുണ്ട്, പ്രശ്നമൊന്നുമില്ലാത്തൊരു ശരീരമുണ്ട്. അവൻ അധ്വാനിച്ച് ജീവിക്കാമായിരുന്നു. അവന് നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കാമായിരുന്നു. ആ അച്ഛനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. അച്ഛൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഇല്ലാതാക്കാൻ ഈ മകനെ കൊണ്ട് സാധിക്കുമായിരുന്നു. പക്ഷെ അവൻ ചെയ്തില്ല. ഇതാണ് പറയുന്നത്, മക്കളെ അറിഞ്ഞു വളർത്തണമെന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മുടെ സാഹചര്യവും നമ്മുടെ പൈസയും സാമ്പത്തികവും ഒക്കെ അറിഞ്ഞിട്ട് വേണം മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ അവരുടെ വാശിക്കനുസരിച്ച് അവർക്കെല്ലാം ചെയ്ത് കൊടുത്ത് അവസാനം അവർക്കൊന്നും കിട്ടാതെയാകുമ്പോൾ അവർ ഈ രീതിയിലാണ്. ഇന്നത്തെ കുട്ടികളുടെ ഒരു മെയിൻ പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു വഴക്ക് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ കുറേ വസ്തുക്കളാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ച് വീട്ടുകാരോട് സ്നേഹമില്ല, ആരോട് സ്നേഹമില്ല, സ്വന്തമായിട്ട് സ്നേഹമുണ്ട്, സ്വന്തമായിട്ടൊരു ഒബ്സഷൻ ഉണ്ട്. തന്നോട് മാത്രം സ്നേഹം, തന്നോട് മാത്രം സ്വാർത്ഥത. 23 വയസ്സുകാരനാണ്. 10ഉം 18ഉം വയസ്സുള്ള പിള്ളേര്, അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാതെ കിടക്കുന്ന എത്രയോ പിള്ളേരുണ്ട്. അവർ സ്കൂളിലൊക്കെ പോകുന്നത് അധ്വാനിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അച്ഛനെയും നോക്കി അമ്മയെയും നോക്കി സ്കൂളിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് അധ്വാനിച്ചുണ്ടാക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്.
അവരൊക്കെ അവരുടെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ വീട്ടിലെ സാഹചര്യവും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഇത് കുഞ്ഞിലെ മുതലേ അങ്ങനെ വളർത്തിക്കൊണ്ട് വരണം കുട്ടികളെ. അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യരുത്. അവരോട് പറയണം 18 വയസ്സായി കഴിഞ്ഞാൽ നിനക്ക് വേണ്ട കാര്യങ്ങൾ നീ തന്നെ കണ്ടെത്തുക, നീ തന്നെ അധ്വാനിച്ച് സമ്പാദിച്ച് നേടിയെടുക്കുക എന്ന് പറയണം. ഇത്ര പ്രായം വരെ നിന്നെ നോക്കത്തുള്ളൂ, നിനക്ക് വിദ്യാഭ്യാസം തരും, നിനക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചു തരും, ബാക്കി കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് സമ്പാദിച്ച് ജീവിച്ചോണം എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് എല്ലാ അല്ലലും അറിഞ്ഞ് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു കാര്യപ്രാപ്തി ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ നാടിനും ഗുണമില്ലാതെ വീടിനും ഗുണമില്ലാതെ ഇങ്ങനെയായി മാറും. അവനെന്ത് നഷ്ടമാണ്? അവനൊരു നഷ്ടവും ഇല്ല. അച്ഛൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ അവൻ തീർത്തേനെ. ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കാം. ഇത്തരം കേസുകളിലാണ് നമുക്ക് നമ്മുടെ നിയമത്തോട് ദേഷ്യം വരുന്നത്. ശരിക്കും നിയമം ദുർബലമാണല്ലോ എന്ന് തോന്നുന്നത് ഇത്തരം സാഹചര്യത്തിലാണ്. ഇനി അവൻ 10-20 വർഷം ജയിലിൽ പോയി നല്ല സുഖമായിട്ട് ജീവിക്കും, അവനൊരു കുഴപ്പവും ഇല്ല. ആ കാമുകിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം സ്നേഹമാണെങ്കിലും പ്രണയമാണെങ്കിലും എന്തുവാണെങ്കിലും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾ ഈ രീതിയിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളാണല്ലോ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല. ആ കൺസിഡറേഷൻ കൊടുത്ത് ആരോടും പറയാതെ ഇരിക്കല്ലേ, അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിക്കണം. ഇത്തരം ചീത്ത കാര്യങ്ങൾ മക്കൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ച് അവരെ പിടിച്ചുകൊണ്ട് പോട്ടെ, നന്നാവട്ടെ. നന്നാവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രണയിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. സൂക്ഷിക്കുക. നമ്മളായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ കാമുകനോ കാമുകിയോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. അവരോടൊക്കെ കൂടെ ഒറ്റയ്ക്ക് പോകാതിരിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആഗ്രഹിക്കാതെയുള്ള പ്രണയമാണ് ശാശ്വതമായിട്ടുള്ള പ്രണയം. അല്ല, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം ഒരിക്കലും ശാശ്വതമാവത്തില്ല. അതേപോലെയാണ് ബന്ധങ്ങൾ തമ്മിലും അങ്ങനെയാണ്. ബന്ധുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. കാരണം മുക്കിനും മൂലയ്ക്കും എല്ലാം ഇത്തരം വസ്തുക്കൾ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബോധം ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ വീട്ടുകാരെയും കരുതൽ കാണത്തില്ല, നാട്ടുകാരെയും കരുതൽ കാണത്തില്ല, ആരെയും കരുതൽ കാണത്തില്ല, ആരോടും സ്നേഹവും കാണത്തില്ല. നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ തന്നെ ഇതിനു മുമ്പ് പെരുമാറുന്ന രീതിയിലല്ല ഇപ്പോൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അവരെന്തുവാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അവരെന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ട് എന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കുക. പലപ്പോഴും വീട്ടുകാർ മിണ്ടാതിരിക്കും. മക്കളല്ലേ, എന്തോ ചെയ്യാനാ, നന്നായിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടുകാർ മിണ്ടാതിരിക്കും. അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. അങ്ങനെ മിണ്ടാതിരിക്കരുത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിൽ ബോധം നശിച്ചവരെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അവരെന്തും ഏത് സമയത്തും കാണിക്കും. അവർക്ക് പിന്നെ അച്ഛനെന്നോ അമ്മയെന്നോ ബന്ധുക്കളെന്നോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല.